എന്താണ് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹത്വം? എന്താണ് അന്നദാനത്തിന്റെ മഹത്വം? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കവിള് കുടിഞ്ഞ് കണ്ണ് കുടിഞ്ഞ് എല്ലുന്തി വയറൊട്ടിയ പാവപ്പെട്ട സഹോദരങ്ങൾ, പട്ടിണി പേക്കോലങ്ങൾ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന വേസ്റ്റിൽ നിന്ന് പച്ചകൾ പറക്കിയെടുത്തിട്ട് തന്റെ പൊന്നുമക്കൾക്ക് കഴിപ്പിക്കേണ്ട ഗതികേടുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പാവപ്പെട്ട പൊന്നുമക്കൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോളം ഒരു പുണ്യമുള്ള അമലിനെയും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞത് ഗൗസുൽ-ആലമാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം സാധാരണ ഒരു പാവപ്പെട്ടവനായിരുന്നില്ലല്ലോ. അദ്ദേഹം നല്ല ധനാഢ്യനായിരുന്നു, അദ്ദേഹം നല്ല സമ്പന്നനായിരുന്നു, അദ്ദേഹം സമ്പത്തിന്റെ രഥത്തിലേറി സഞ്ചരിച്ച ആളായിരുന്നു. ഗൗസുൽ-ആലം പറയുകയാണ്, അന്ന ദുനിയാ ബിയദി, ഈ ഭൗമോപരിതലം മുഴുവനും എന്റെ കൈവശമുണ്ടായിരുന്നെങ്കിൽ, ഈ ലോകം മുഴുവനും എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഇവിടത്തെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇവിടെ ഞാൻ പള്ളി കെട്ടുമായിരുന്നു എന്നല്ല, ഇവിടെ ഞാൻ പെണ്ണിനെ കെട്ടിക്കുമായിരുന്നു എന്നല്ല, ഇവിടെ ഞാൻ വെയിറ്റിംഗ് സെറ്റ് കെട്ടിക്കൊടുക്കുമായിരുന്നു എന്നല്ല, ഇവിടെ ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഫീഖ് കൊണ്ട് എനിക്ക് സമ്പാദ്യം മുഴുവനും ഈ ദുനിയാവ് മുഴുവനും തന്നാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവന് ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്ന് മഹാനായ ഗൗസുൽ-ആലം റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ പറയുകയുണ്ടായി. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ സഹോദരങ്ങളെ, കൈകാലുകളെ ചലിപ്പിക്കാൻ അള്ളാഹു ഭാഗ്യം തരുന്നില്ലേ? അള്ളാഹു നമുക്ക് കണ്ണുകൾ ഇമവെട്ടാനുള്ള ഭാഗ്യം തന്നില്ലേ? കാതുകൊണ്ട് കേൾക്കാനുള്ള ഭാഗ്യം തന്നില്ലേ? 7-8 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ വീടിന്റെ ഉള്ളറകളിൽ ഈ ഉറൂസ് മുബാറക്കിന് എത്തിച്ചേരാൻ കഴിയാതെ കേരളത്തിന്റെ അങ്ങേ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ട്രെയിനിലും ബസ്സിലും ഫ്ലൈറ്റിലും കയറിയിട്ട് ഈ ഉറൂസിൽ പങ്കാളിയാകാൻ വേണ്ടി വരുമ്പോൾ ഈ ഭീമാപ്പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തതിന്റെ പേരിൽ 7-8-9 കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചിരിക്കുന്ന മൈക്കിന്റെ ശബ്ദത്തിൽ, ഹോണിന്റെ ശബ്ദത്തിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ട് വീടിന്റെ ഉള്ളറകളിൽ ചങ്ക് പൊട്ടി വേദനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാരുണ്ട്. തൊട്ടപ്പുറത്തല്ലേ മെഡിക്കൽ കോളേജ്, അതിനടുത്തല്ലേ RCC, അതിനടുത്തല്ലേ ശ്രീ ചിത്ര തിരുനാൾ ഹോസ്പിറ്റൽ, അതിന്റെ തൊട്ടടുത്തല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഏത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും, ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ശാരീരികമായ ദുർബലതകൾ നമ്മെ വേട്ടയാടുമ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട്, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ചികിത്സിക്കുകയും ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സ്വകാര്യ ആശുപത്രികൾ നമ്മുടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്ത് കാണാമറയത്ത് നമ്മൾ കാണുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആശുപത്രികളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. അവരാകെ സങ്കടത്തിലാണ്. നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ മണലിൽ വന്നൊന്ന് ഇരിക്കാൻ പറ്റിയത്. പ്രസംഗം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ലേ? ബാദിഷാ സഖാഫി പ്രസംഗം കഴിഞ്ഞിട്ട് ദുആക്ക് വിളിച്ചപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ലേ? ഈ വിനീത പ്രസംഗം ആരംഭിച്ചപ്പോ നിങ്ങൾ ഇരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, അള്ളാഹു ആരോഗ്യം തന്നത് എന്തിനാ? നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനാണ് നമ്മുടെ പ്രമാണം, വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ദിശാബോധം നൽകുന്നത്. വിശുദ്ധ ഖുർആനിനപ്പുറത്ത് നമുക്ക് പ്രാമാണികമായി മറ്റൊന്നുമില്ല. ഖുർആൻ എന്താണോ നമ്മോട് വരച്ച് കാണിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാതും കണ്ണും നാക്കും മൂക്കും വായും വയറും കൈയും കാലും അള്ളാഹു തന്നത് എന്തിനാണ് എന്ന്. എന്തിനാ അള്ളാഹു തന്നത്? അള്ളാഹു തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ആയത്താണ്, ഒരുപാട് പ്രാവശ്യം നമ്മൾ കേൾക്കാറുള്ള സൂറയാണ്. അള്ളാഹു ചോദിക്കുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. ഈ ചോദ്യം ഇന്നും എന്റെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാ.
സഹോദരങ്ങളെ, നമ്മൾ ഖുർആനിന്റെ മുകളിലൂടെ സഞ്ചരിച്ചു പോവുകയാണ്. ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ, ഖുർആനിന്റെ അകക്കാമ്പ് തൊട്ടറിയാതെ നമ്മൾ സഞ്ചരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരിയെ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു എന്താ പറയുന്നതെന്നറിയോ? അല്ലാഹു നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. വല്ലാത്ത ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. അലം നജ്അൽ ലഹു ഐനൈൻ, പൊന്നുമോനെ, നിനക്ക് രണ്ട് നയനങ്ങൾ ഞാൻ തന്നില്ലേ? രണ്ട് മനോഹരമായ കണ്ണുകൾ നിനക്ക് ഞാൻ തന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കണ്ണ് കീറി തന്നതാരാ? ഈ കാത് കീറി തന്നതാരാ? കഴിക്കാനുള്ള വായ കീറി തന്നതാരാ? നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സന്ദർഭം വരുമല്ലോ. ആ സുജൂദിന്റെ സന്ദർഭത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു. അല്ലാഹുവാണ്, പടച്ചവനാണ് എന്റെ കേൾക്കാനുള്ള കാതിനെ കീറി തന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എന്റെ കാണാനുള്ള കണ്ണുകളെ കീറി തന്നത്. അല്ലാഹുവാണ് എന്റെ വായ കീറി തന്നത്. ഈ വായയിൽ കീറലില്ലായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങനെയാ നമ്മൾ കഴിക്കുക? ഈ കണ്ണിന് കീറലില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുക? ഈ കാതിലൊരു കീറലില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് പൊന്നുമക്കളുടെ വാപ്പ എന്ന വിളി നമ്മൾ കേൾക്കുക? ഉമ്മ എന്ന വിളി നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാ? ഇതിനെല്ലാം അല്ലാഹു സൗകര്യപ്പെടുത്തിക്കൊണ്ട് കാതിനെയും കണ്ണിനെയും മൂക്കിനെയും വായയെയും അല്ലാഹു നമുക്ക് കീറി തന്നില്ലേ? ആ പടച്ച തമ്പുരാൻ തന്നെ ചോദിക്കുകയാണ്. മനോഹരമായ ഐലീനർ വരച്ചിട്ട് നീ മിനുക്കിക്കൊണ്ട് നടക്കുന്ന കൺപോളയില്ലേ പെങ്ങളെ? ആ കണ്ണ് നിനക്ക് എന്തിനാണ് അല്ലാഹു തന്നതെന്നറിയോ? ആ കണ്ണുകൾ നിനക്ക് എന്തിനാണ് പടച്ച തമ്പുരാനെ തന്നതെന്ന് അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു നിർത്തുന്നില്ല. വലിസാനം ഒരു നാവും രണ്ട് ചുണ്ടും നിനക്ക് അല്ലാഹു തന്നില്ലേ? എത്ര മനോഹരമാണ് ചുണ്ട്! സിഗരറ്റ് വലിക്കാത്ത ചുണ്ടുള്ളവരുടെ ചുണ്ടെത്ര മനോഹരമാ! മുറുക്കിയിട്ട് ചുവപ്പിക്കാത്ത ചുണ്ടെത്ര മനോഹരമാ! ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് ചുവപ്പിക്കാത്ത ചുണ്ടെത്ര മനോഹരമാ! നാച്ചുറലായിട്ട് അല്ലാഹു തന്നിട്ടുള്ള ശരീരത്തിന്റെ ചുണ്ടിന്റെ ചുവപ്പുണ്ടല്ലോ, ആ ചുവപ്പെത്ര സൗന്ദര്യമാണ്! ലോകത്ത് ഏത് ലിപ്സ്റ്റിക്കിനാണ് അതിന് മണം കൊടുക്കാൻ കഴിയുക? ലോകത്ത് ഏത് വസ്തുക്കൾക്കാണ് ചായം പിടിപ്പിക്കാൻ കഴിയുക? അല്ലാഹു തന്ന മനോഹരമായ ചുണ്ടുണ്ടല്ലോ സഹോദര. നിനക്ക് സംസാരിക്കാൻ ആരെയും നീ തളർത്താനും ആരെയും ഉയർത്താനും ആരെയും ചാടിക്കാനും ആരെയും വാട്ടത്തിലാക്കാനും കഴിയുന്ന നിന്റെ നാവുണ്ടല്ലോ, സാമർത്ഥ്യമുള്ള നിന്റെ നാവുണ്ടല്ലോ. ഇതെല്ലാം നിനക്ക് അല്ലാഹു തന്നതല്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, ഞാൻ അവന് രണ്ട് കണ്ണുകളും രണ്ട് ചുണ്ടുകളും ഒരു നാവും ഞാൻ കൊടുത്തില്ലേ? ഇത് പ്രതീകം മാത്രമാണ്. അല്ല ചോദിക്കാതെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. നടക്കാൻ രണ്ട് കാല് തന്നില്ലേ ചെറുപ്പക്കാരാ? കണ്ടിട്ടില്ലേ ഹൈവേയിലൂടെ, അതുപോലെ ബസ് സ്റ്റാൻഡിലും, അതുപോലെ പലപ്പോഴും ഈ ഭീമാപ്പള്ളിയുടെ മണ്ണിൽ തന്നെ എത്രയോ സഹോദരങ്ങള് ഒരു പലകയിൽ 4 ചക്രം ഘടിപ്പിച്ചിട്ട് ആ പലകയിൽ ഇരുന്നിട്ട് കൈകൊണ്ടിങ്ങനെ തള്ളി തള്ളി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യം എത്ര വലുതാ! ഉദ്ദേശിക്കുന്ന സ്ഥലം വരെ നമുക്ക് പോകാൻ നമ്മുടെ കാലുകൾക്കല്ല തളർച്ച തന്നില്ലല്ലോ. അല്ലാഹു നമുക്ക് ഒരിക്കലും ക്ഷീണം തന്നില്ലല്ലോ. പിടിക്കാനും ഉയർത്താനും എല്ലാത്തിനും ആരോഗ്യമുള്ള രണ്ട് കരങ്ങൾ അല്ലാഹു നമുക്ക് തന്നില്ലേ? കഴിക്കാൻ നമുക്ക് വായ തന്നില്ലേ? സഹോദരങ്ങളെ, ഓരോ അവയവങ്ങളും അല്ലാഹു നമുക്ക് തന്നു. ഇതെല്ലാം നിനക്ക് തന്നത് എന്തിനെന്നറിയോ? അല്ലാഹു എന്നിട്ട് പറയുകയാണ്, ഫലഖ്തഹമൽ അഖബ. എന്നിട്ടും ഇവൻ മലമ്പാത ചവിട്ടി കടന്നിട്ടില്ല. ഭീമാപ്പള്ളി ഉറൂസിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഏതാണ് ആ മലമ്പാത എന്നറിയോ? അവന് ഗിരിമാർഗം താണ്ടി കടന്നിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ, ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു അവന് കൊടുക്കുമ്പോൾ അവൻ എന്നിട്ടും എന്തേ മലമ്പാത ചവിട്ടി കടക്കുന്നില്ല? എന്തേ അവന് ഗിരിമാർഗം താണ്ടി കടക്കുന്നില്ല? ഏതാണ് ഗിരിമാർഗം എന്നറിയോ? ഏതാണ് മലമ്പാത എന്നറിയോ? അല്ലാഹു തന്നെ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ജിബ്രീൽ എന്ന മാലാഖ തൗഹീദിന്റെ റൂഹിന്റെ സന്ദേശവുമായി കടന്നു വരുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് ഓതിക്കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് അറിയില്ല എന്താണ് മലമ്പാത എന്ന്. അല്ലാഹു ചോദിക്കുകയാണ്, നബിയേ, വമാ അദ്റാക
അദ്റാക മൽ അഖബ, ഏതാണ് മലമ്പാത, ഏതാണ് ഗിരിമാർഗമെന്ന് അറിയുമോ നബിയെ? ഏതാണ് മലമ്പാത എന്ന് നിങ്ങൾക്കറിയുമോ? ഭീമാ പള്ളിയിൽ എന്നെ കേൾക്കുന്നവരെ, അള്ളാഹുവിന്റെ ചോദ്യമാണ്. വമാ അദ്റാക മൽ അഖബ, ഏതാണ് മലമ്പാത? അള്ളാഹു നിങ്ങൾക്ക് മനോഹരമായ കാല് തന്നു, കൈ തന്നു, കണ്ണ് തന്നു, നാവ് തന്നു, മൂക്ക് തന്നു, വായ തന്നു, വയറ് തന്നു, വിരലുകൾ തന്നു, ചലിക്കാനുള്ള അവസരങ്ങൾ മുഴുവനും അല്ല തന്നല്ലോ. ഇതെല്ലാം തന്നിട്ടല്ല പറയുകയാണ്, ഇത് തന്നിട്ടും നിങ്ങൾ മലമ്പാത ചവിട്ടിക്കടക്കുന്നില്ല, ഗിരിമാർഗം നിങ്ങൾ താണ്ടിക്കടക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന് മനസ്സിലായില്ല ഏതാണ് മലമ്പാത എന്ന്. അള്ളാന്റെ ഹബീബിനെ തിരിഞ്ഞില്ല. അല്ല ചോദിക്കുകയാണ്, വമാ അദ്റാക മൽ അഖബ, ഏതാണ് മലമ്പാത എന്നറിയോ നബിയെ? ഏതാണ് ഗിരിമാർഗം എന്നറിയോ ഹബീബേ? അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു എണ്ണി എണ്ണി പറയുകയാ, ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കല, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കല, വിഷം നൊട്ടിയ വയറുമായി കഴിയുന്ന പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കല. ഭീമാ പള്ളിയിൽ എന്നെ കേൾക്കാമെന്നവര് എത്ര ആളുകളാണ് ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ പട്ടിണി കിടന്നിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയത്? കുടുംബത്തിൽ പിറന്നവർ, നല്ല രീതിയിൽ ജീവിക്കുന്നവർ, ആരോഗ്യത്തോടെ കഴിയുന്നവർ, നല്ല പണിയെടുത്ത് ജീവിക്കുന്നവർ, സന്തോഷകരമായി നല്ല ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഈ സരസിലേക്ക് കടന്നു വന്നത്? രാത്രി ഭക്ഷണം കഴിച്ചിട്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മജ്‌ലിസിലേക്ക് നിങ്ങൾ എത്തിയത്? എന്നാൽ നിങ്ങളൊന്ന് നോക്കണം, എവിടെയോക്കെയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെടുകയാ. അവരുടെ വിശപ്പൊന്ന് മാറ്റിക്കൊടുക്കാൻ, അവരുടെ വിശപ്പിനൊന്ന് അറുതി വരുത്തി കൊടുക്കാൻ സഹോദരങ്ങളെ അള്ളാഹു തന്നതാണ് നമ്മുടെ കണ്ണും കാതും നാക്കും മൂക്കുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ വളരെ അസന്നിഗ്ധമായി പറയുകയാണ്. വളരെ സ്പഷ്ടമായി ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ അവയവങ്ങളും തന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാനും ഓടി നടന്ന് ഈ ലോകത്തിന്റെ സൗന്ദര്യം കാണാനും മാത്രമല്ല, മറിച്ച് പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുക്ക്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്ക്. ഭീമാ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വൈകുന്നേരം എത്രയോ ആളുകൾക്ക് ഭക്ഷണം നൽകി. വൈകുന്നേരം സമാപന ദിവസത്തില്, ഇന്ന് വൈകുന്നേരം, ഇന്നത്തെ കഴിഞ്ഞ സായാഹ്നത്തില് ഇവിടെ ഭക്ഷണം നൽകി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ഓടി അലയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നതെന്ന് അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയാൻ. നമ്മൾ കരുതി എന്താ? ഭീമാ പള്ളിയിൽ പോകണം, വുളൂ ചെയ്യണം, ഭീമാ പള്ളിയിൽ കയറി നിസ്കരിക്കണം, ഇറങ്ങിയിട്ട് ഉമ്മാന്റെ അടുത്ത് പോകണം, ഒരു സലാം ചൊല്ലണം, അവിടെ നിന്ന് ദുആ ചെയ്യണം. ഇതിനാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നത്. അല്ല ചെറുപ്പക്കാരാ, അല്ല, അത് തെറ്റിദ്ധാരണയാണ്. നീ പള്ളിയിലേക്ക് പോകുമ്പോൾ നിന്റെ വീടിന്റെ ഏതെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണെങ്കിൽ അവന് ഭക്ഷണം കൊടുത്തിട്ട് വേണം നീ പള്ളിയിൽ പോകാൻ. സുബഹി നിസ്കാരത്തിന് മദീനത്തുൻ നബവിയിലെത്തുമ്പോ അള്ളാന്റെ റസൂല് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, ആരാണെന്ന് സാദിക്കൽക്ക് ഭക്ഷണം കൊടുത്തിട്ട് മദീനത്തുൻ നബവിയിലെത്തിയത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, സുബഹി നിസ്കാരം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് ഈ പള്ളിയിൽ വന്നോന്നാ ഞാൻ ചോദിച്ചത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സുബഹിക്ക് പള്ളിയിൽ വരുന്ന കാര്യമാ പറയുന്നത്. മാമരം കോച്ചുന്ന തണുപ്പത്ത് ഞാൻ സുബഹി നിസ്കാരത്തിന് മദീനത്തുൽ മുനവ്വറയിലേക്ക് വരുമ്പോൾ എന്റെ അയൽവാസിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് നബിയെ പള്ളിയിലേക്ക് വന്നത്. ആരാ പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ആ പറഞ്ഞ വ്യക്തിയുടെ ഈമാൻ എടുത്തൊരു തുലാസിൽ വെക്ക്. ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ എടുത്ത് അടുത്ത തുലാസിൽ വെക്ക്, അടുത്ത തട്ടിൽ വെക്ക്. പക്ഷേ ഭാരം മുഴുവനും ഈ സുബഹിക്ക് മുമ്പ് പള്ളിയിലേക്ക് വരുമ്പോൾ
പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ട് വന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഭാരം തൂങ്ങുക. സഹാബാക്കളുടെ ഈമാൻ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാനെടുത്ത് ഒരു തട്ടിലും വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനെടുത്ത് മറ്റൊരു തട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ് ഭാരം തൂങ്ങുക. കാരണം എന്താ? ജീവിതത്തിൽ അള്ളാഹു തന്ന ആരോഗ്യം പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റി കൊടുക്കാനാണ് എന്നൊരു ബോധ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, മലമ്പാറ ചവിട്ടിക്കടക്കണം. ആ മലമ്പാറ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടെ ഞാൻ പറയാം. സ്വർഗത്തിന്റെ വഴി എപ്പോഴും ദുർഘടമാണ്. സ്വർഗത്തിന്റെ വഴി എപ്പോഴും ദുർഘടമാണ്. കല്ലുണ്ട്, മുള്ളുണ്ട്, കാഞ്ഞിരക്കുറ്റിയുണ്ട്, മൂർക്കം പാമ്പുണ്ട്. ഇതൊക്കെ അവഗണിച്ചിട്ട് നേരെ മലമ്പാത ചവിട്ടി മല കയറിപ്പോയാലേ അള്ളാന്റെ സ്വർഗം കിട്ടൂ. കയറി പോകുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? പർവ്വതം കയറൽ അല്പം ബുദ്ധിമുട്ടാണ്. ആ പർവ്വതം കയറുന്നത് ബുദ്ധിമുട്ടാകുന്നതോടൊപ്പം തന്നെ ആ പർവ്വതങ്ങളിൽ കുപ്പിച്ചില്ലുകളും അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളും ഉണ്ടെങ്കിലോ നമുക്ക് തീരെ പോകാൻ കഴിയില്ല. എന്നാൽ നരകത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ പച്ച പരവതാനി വിരിച്ചിരിക്കുകയാണ്. അവിടെ മുള്ളില്ല, അവിടെ കമ്പില്ല, അവിടെ കുപ്പിച്ചില്ലില്ല, അവിടെ കയറ്റമില്ല. ഇറങ്ങി അങ്ങ് പോകാം. നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മതി, നമ്മളെ കൊണ്ടുപോയിക്കോളും നരകത്തിലേക്ക്. സ്വർഗം അങ്ങനെയല്ല, കഷ്ടപ്പെടണം, പ്രയാസപ്പെടണം. ഇവിടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉപമിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സ്വർഗത്തിന്റെ വഴി മലമ്പറയായി, ഗിരിമാർഗമായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തി. സ്വർഗത്തിൽ പോകാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ ഒരു അഅറാബിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, അല്ലിംനി അമലൻ യുദ്ഖിലുനിൽ ജന്ന. അള്ളാഹുവിന്റെ ഹബീബേ, അല്ലിംനി അമലൻ യുദ്ഖിലുനിൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അമൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? ഒരു അറാബിയായ മനുഷ്യൻ അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? അഅ്തിഖിന്ന സമാ വഫുക്കർ റഖബാ. അടിമകളെ മോചിപ്പിക്കാൻ നിനക്ക് കഴിയോ? അടിമകളെ മോചിപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ സഹോദരാ? നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഇതിനപ്പുറം വേറെ വഴികളൊന്നുമില്ല. ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, എനിക്കതിന് സാധിച്ചില്ലെങ്കിലോ, എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിലോ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കുള്ള വഴിയൊന്ന് തുറന്നു തരുമോ നബിയേ? ആ സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അത്ഇമിൽ ജാഇഅ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കൂ പ്രിയപ്പെട്ടവരെ. വിശം നൊട്ടിയ വയറുമായി കഴിയുന്നവന് ഭക്ഷണം കൊടുക്കുമോ? ദാഹിച്ചു വരുന്നവന്റെ പൈതാകം അടക്കാൻ കുടിവെള്ളം കൊടുക്കുമോ? ഇത് രണ്ടും നീ ചെയ്താലും നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ടെന്ന പണ്ടേ പഴകി കേട്ടുപോയ ചരിത്രമല്ലേ പ്രിയപ്പെട്ടവരെ? മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ തന്റെ ശരീരം വിട്ട് ജീവിച്ച ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ. അവരുടെ ജോലി എന്താണ്? സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി വിൽപ്പന ചെയ്യുക, മറ്റുള്ളവന് വേണ്ടി വിരിപ്പ് വിരിക്കുക, മറ്റുള്ളവനോടൊപ്പം രാത്രി പങ്കിടുക. ആ പെണ്ണ് ഏതോ ഒരു നിമിഷത്തിൽ വൃത്തികേടിലേക്ക് കടന്നുപോയി. അവൾ അതിനുശേഷം ആ പരിപാടി, ആ പ്രവർത്തനത്തിൽ നിന്ന്, പ്രവണതയിൽ നിന്ന് അവൾക്ക് പിന്തിരിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ ആ പെണ്ണ് നടന്നു വരുന്ന വഴിയിലാണല്ലോ ഒരു നായ നാവ് നീട്ടിയിട്ട് വെള്ളം കുടിക്കാൻ, ഒരു നായ നാവ് നീട്ടിയിട്ട് വെള്ളം കുടിക്കാൻ ഓടി നടക്കുമ്പോൾ ആ പെണ്ണിന്റെ തോളത്ത് കിടന്ന് ഷോളെടുത്ത് കയറാക്കിയിട്ട് അവള് കാലിലിട്ടിരിക്കുന്ന ഹുഫയെടുത്ത് തൊട്ടിയാക്കുകയാ. എന്നിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരിയിട്ട് ആ നായയുടെ നാവ് നനച്ചു കൊടുത്തപ്പോൾ ആ പെണ്ണിന് അല്ലാഹു കൊടുത്ത സമ്മാനം എന്താണ്? അല്ലാഹുവിന്റെ പുണ്യ സ്വർഗമാണ്. അല്ലാഹുവിന്റെ പുണ്യ സ്വർഗമാണ്. തങ്ങളുണ്ടായിരുന്നാ?
തങ്ങളും ഞാനും അൽഹംദുലില്ലാ നിരവധി തവണ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരാളെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണല്ലോ, യാത്ര ചെയ്യുമ്പോൾ ഒരാളെ മനസ്സിലാക്കാൻ കഴിയുക. ഞാനും ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ തങ്ങളും ട്രെയിനിലും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റിലും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, വാഹനത്തിലും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു രണ്ട് സയ്യിദുമാര്, ഇനി എന്താ വേണ്ടത്? രണ്ട് സയ്യിദുമാര്, ഒന്ന് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ, രണ്ട് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ. രണ്ടുപേരും അവരുടെ അസ്ലിയത്ത് ചെന്നെത്തുന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവരുടെയൊക്കെ പരമ്പര ചെന്നെത്തുന്നത് ആരില്ല? അള്ളാന്റെ ഹബീബില. നമ്മുടെയൊക്കെ പരമ്പര ചെന്നെത്തുന്ന എവിടെയാ? അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബ്ലു തീയം വനായരു വആശാരി വമൂശാരി വമണ്ണാനു പറയരു വചട്ടി വചാനാരും വനാടാരു പാണരു. അർത്ഥം പറയണ്ടല്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് സ്വർഗം വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്ക്, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്ക്. മദീനയിലെ പേര് കേട്ട വേശ്യാവൃത്തി നടത്തി ജീവിച്ച അഭിസാരികയായ പെണ്ണ്, അവളുടെ ജീവിതത്തിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവൾ വഴിതെറ്റിപ്പോയി. അവസാനം മടക്കയാത്രയിൽ ദാഹിച്ച് നാവ് നീട്ടിയിട്ട് കിണറിന്റെ 4 ഭാഗത്ത് കറങ്ങി നടക്കുന്ന നായക്ക് തന്റെ കാലിൽ കിടക്കുന്ന ഷൂ ഊരിയിട്ട്, ഹുഫ ഊരിയിട്ട്, കഴുത്തിൽ കിടക്കുന്ന ഷാലെടുത്തുകൊണ്ട് കിണറ്റിലേക്ക് ഇറക്കി വെള്ളം കോരി അതിന്റെ നാവ് നനച്ചു കൊടുത്തപ്പോൾ അള്ളാഹു സമ്മാനിച്ചത് വിശുദ്ധമായ സ്വർഗമാണ്. ആബിദത്തായ പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്, ജീവിതത്തിന്റെ വിശുദ്ധി കാപ്പ് സൂക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനല്ലാതെ തന്റെ രോമത്തിൽ തൊടാനുള്ള അനുവാദം കൊടുക്കാതെ ദർശന സ്പർശന വിധേയമാകാത്ത നിലയിൽ അച്ചടക്കത്തോടെ വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടിയ സാലിഹത്തായ പെണ്ണ്, ആ പെണ്ണിന്റെ അധീനതയിലുള്ള ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിയിട്ട് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ അവളെ പ്രവേശിച്ചത് അള്ളാഹുവിന്റെ കെട്ടിയാളുന്ന നരകം. നമ്മൾ കരുതി എന്താ, ഹജ്ജിന് പോയാൽ സ്വർഗം കിട്ടും, ഉംറയ്ക്ക് പോയാൽ സ്വർഗം കിട്ടും, മക്കാമിൽ വന്നാൽ സ്വർഗം കിട്ടും, 5 നേരം നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും. കിട്ടൂല സഹോദരങ്ങളെ. നരകം കൊടുക്കുന്നത് ആർക്കെന്ന് എണ്ണി പറയുന്നതിൽ അള്ളാഹു പറഞ്ഞത്, കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം വിലക്കുന്നവനാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, റമദാൻ വരാൻ പോവാൻ 3 മാസം കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ ഇങ്ങെത്തി. ആ റമദാൻ മാസത്തില് പള്ളികളിൽ ഇങ്ങനെ ആളുണ്ടാവണം കേട്ടോ. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. റമദാനില് പള്ളിയിൽ ഇങ്ങനെ തന്നെ ആളുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, നമ്മുടെയൊക്കെ പള്ളി സജീവമാകട്ടെ. കോവിഡ് വന്നപ്പോഴ് 4 പേരെ കൊണ്ട് ജുമാ നിസ്കരിച്ചപ്പോ ഇപ്പൊ ചെറുപ്പക്കാര് പറയാ, അത് ഉസ്താദും മോദീനും പ്രസിഡന്റും സെക്രട്ടറി ആകുമ്പോ 4 ആവുമല്ലോ, നിങ്ങളങ്ങ് നിസ്കരിച്ചാൽ മതി, നമുക്ക് സൗകര്യം ഇല്ലെന്നാ പറയുന്ന ചെറുപ്പക്കാരിന്ന് പരിശുദ്ധമായ ദീൻ വിട്ട് മതം വിട്ടിട്ട് വേറെ എവിടൊക്കെയോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊന്നുമോനെ, എവിടെ പോയാലും തലയിലൊരു തേങ്ങ വീണാൽ ദൈവമില്ലെന്ന് പറയുന്നവന്റെ തലയിലൊരു തേങ്ങ വീണ് നോക്കണം, അപ്പോഴവൻ അറിയാതെ വിളിക്കുന്ന ദൈവമേ എന്നാണ്. കാരണം നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇല്ലാതെ, അല്ലെങ്കിൽ സർവശക്തനായ സൃഷ്ടാവില്ലാതെ നമുക്ക് എന്റെ ജീവിതം, ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോവാൻ. റമളാനില് ഈ ആവേശം ഉണ്ടാവണം നമ്മുടെ പള്ളികളിൽ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഞാൻ പറയുന്നത്, പുണ്യമായ റമളാൻ മുബാറക്ക് കടന്നു വരികയാണ്. ആ പരിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി പരിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇബാദത്തെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുതാര്യമായ നിലയിൽ കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോ, നോമ്പാർക്ക? നമ്മൾ നോമ്പ് പിടിക്കുന്നത് ആർക്കാൻ? ഭാര്യയ്ക്കല്ല, ഭർത്താവിനല്ല, മക്കൾക്കല്ല, മാതാപിതാക്കൾക്കല്ല, ഉസ്താദുമാർക്കല്ല, സന്താനങ്ങൾക്കല്ല. ആർക്കു വേണ്ടിയാ? ഇന്ന സ്വലാത്തി വനുസുക്കി. കൈകെട്ടി നിന്നുകൊണ്ട് പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞയുണ്ടല്ലോ. ആ പ്രതിജ്ഞ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ മുമ്പിലെ പ്രതിജ്ഞയാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിലെ പ്രതിജ്ഞയാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിലെ പ്രതിജ്ഞയാണോ? ഏതെങ്കിലും വ്യക്തികളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിലുള്ള പ്രതിജ്ഞയാണോ?
കൈകെട്ടി നിൽക്കുമ്പോൾ ഇന്ന് വരെ കാണാത്ത, എന്നാൽ നമ്മളെ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ, സർവേശ്വരനായ, സർവാധിനാഥനായ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നത്, പടച്ചവനെ, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരവും, വനുസുക്കി, എന്റെ ആരാധനകളും, വമഹിയായ, എന്റെ ജീവിതവും, വമമാത്തി, എന്റെ മരണവും, അതെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, നിനക്കാണ് തമ്പുരാനെ. അള്ളാഹ്നു വേണ്ടിയാ നമ്മുടെ നോമ്പ്. ആ നോമ്പ് നമ്മൾ പടച്ചവന് വേണ്ടിയിട്ടല്ലേ. ആരെങ്കിലും പള്ളിയുടെ പ്രസിഡന്റിന് വേണ്ടി നോമ്പ് പിടിക്കുന്നുണ്ടോ? പള്ളിയിലെ ഇമാമിന് വേണ്ടി നോമ്പ് പിടിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ നോമ്പ് മുഴുവനും സർവശക്തനായ പടച്ചവന് വേണ്ടി കിട്ടാൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു നോമ്പ് പിടിക്കാൻ പറ്റിയില്ല, ഒരു നോമ്പ് പിടിക്കാൻ പറ്റാത്ത ശാരീരികമായ വൈകല്യങ്ങൾ എന്തെങ്കിലും നമുക്കുണ്ടായി, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പാടടിക്കണോ? നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നോമ്പിന് നമ്മൾ ആഹാരം കൊടുക്കണം. ഒരു നോമ്പിന് നമ്മൾ ആഹാരം കൊടുക്കണം. കഴിവുള്ളവനെ കലാ വീട്ടുകയും വേണം. ഒരു നോമ്പിന് ഇത്ര അരി എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കണം. ആർക്കാണ്? പ്രവിശാലമായ ഖജനാവിന്റെ ഉടമസ്ഥനായ, രാജാതിരാജനായ റബ്ബുൽ മലിക്കുൽ മുലൂക്കായ പടച്ചതമ്പുരാന് നമ്മുടെ അരിയുടെ ആവശ്യമില്ല, നമ്മുടെ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി പിടിക്കേണ്ട നോമ്പിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു പോയാൽ നിങ്ങൾ കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ടവന്, വിഷം നൊട്ടിയ വയറുമായി കഴിയുന്നവൻ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവൻ, അടുപ്പിന് തീ പുകയാത്തവൻ, അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ പ്രത്യുപകാരമായി, അതൊരു പരിഹാരമായി, ഒരു കഫാറത്തായി നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു ഇസ്ലാമിക ശരീഅത്ത്. വിശുദ്ധമായ ഹജ്ജിന് പോയി, വിശുദ്ധമായ ഉംറയ്ക്ക് പോയി, അമലുകളിൽ എന്തെങ്കിലും മോശമായ ഒന്ന് കടന്നു വന്നു എന്നാ നമ്മൾ എന്തു വേണം? ആടിനറുത്ത് കൊടുക്കണമെന്നാണ്. ആടിനറുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടി ആടിനറുത്ത് കൊടുക്കുന്നത്? അള്ളാഹുവിന് ആട്ടിറച്ചിയുടെ ആവശ്യമില്ല, അള്ളാഹ്ക്ക് രക്തത്തിന്റെ ആവശ്യമില്ല, അള്ളാഹ്ക്ക് തോലിന്റെയും കുളമ്പിന്റെയും തലയുടെയും ആവശ്യമില്ല, അള്ളാഹ്ക്ക് കരളിന്റെ ആവശ്യമില്ല. ആ ഇറച്ചി ആർക്കാണ്? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ടവന്റെ ചെറ്റക്കൂരയിൽ ഒരു മണമുള്ള കറി കൂട്ടട്ടെ എന്ന് പടച്ചവന്റെ തീരുമാനമാണ്. ഇങ്ങനെ എണ്ണിയാൽ അള്ളാഹുമായി ബന്ധപ്പെട്ട ഏത് അമലുകൾ, ആ അമലുകൾക്ക് വരുന്ന മുഴുവൻ കഫാറത്തുകളും അതിന് പരിഹാരമായി അള്ളാഹു നിശ്ചയിച്ചത് കൂടപ്പിറപ്പുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. കൂടപ്പിറപ്പുകൾക്ക് ഭക്ഷണം കൊടുക്കല. അപ്പൊ ഇത് മോശമായ അമലാണോ? ഇത്രയും ഗൗരവമുള്ള അമലല്ലേ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞത്, നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊന്നുമോനെ, അയറാബിയോട് പറയുകയാണ്, അത്ഇമുൽ ജാഇഅ വസ്ഖിൽ ളുമുആൻ, വിശക്കുന്നവന് നീ ഭക്ഷണം കൊടുക്കണം, ദാഹിച്ചു വരുന്നവന് നീ വെള്ളം കൊടുക്കണം. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിച്ചു വരുന്നവന് ഭക്ഷണം മുടക്കല്ലേ, ഒരിക്കലും ചോദിച്ചു വരുന്നവന് ഭക്ഷണം മുടക്കല്ലേ, ഒരിക്കലും ചോദിച്ചു വരുന്നവന് വെള്ളം കൊടുക്കാതിരിക്കല്ലേ. പൊതു ടാപ്പുകൾ നിങ്ങൾ പൂട്ടിക്കളയല്ലേ. ആരെങ്കിലും പാവങ്ങൾ വെള്ളം കുടിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ ടാപ്പ് നിങ്ങൾ പൂട്ടിക്കളയാൻ പാടില്ല. ആരെങ്കിലും കഴിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഭക്ഷണം മാറ്റി വെക്കാൻ പാടില്ല. അത് ഗുരുതരമായ വീഴ്ചയാണ്. തന്റെ പ്രിയപ്പെട്ടവൾ, തന്റെ രാത്രിയെ ധന്യമാക്കിയവൾ, തന്റെ മാറിടത്തിന്റെ സുഗന്ധമേറ്റ് വാങ്ങിയവൾ, തന്നോടൊപ്പം രാത്രി പങ്കിട്ടവൾ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമല്ലോ? ഇത്തഖിന്നാറ വലൗ ബിശിഖ് തംറാ. ആയിഷ, വയറ് നിറച്ച് കൊടുക്കാൻ നിന്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ, വയറ് നിറച്ചു കൊടുക്കാൻ നിന്റെ കൈവശം ഒന്നുമില്ല, അവന്റെ മനസ്സും വയറും നിറയ്ക്കാൻ നിന്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ മോളെ ആയിഷ, നിന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴമുണ്ടോ? ആ ഈത്തപ്പഴം ഒന്നായിട്ട് കൊടുക്കണ്ട. ആ ഈത്തപ്പഴം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഈത്തപ്പഴത്തിന്റെ വലിപ്പം തന്നെയാണ് അന്നുമുള്ളത്. ആ ഈത്തപ്പഴം മുഴുവനെ നീ കൊടുക്കണ്ട. ആ ഈത്തപ്പഴത്തിന് നീ 3ഉം 4ഉമായിട്ടൊന്ന് കീറുമോ? എന്നിട്ട് വലോബിശിക്ക് തമ്രോ, ഒരു കാരക്കയുടെ ഒരു കീറ് കൊടുത്തെങ്കിൽ നീ നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തണമെന്ന് അള്ളാന്റെ ഹബീബ് തന്റെ പ്രാണപ്രേയസിയോട്, തന്റെ കുടുംബിനിയോട്, തന്റെ മണിയറയിലെ തന്റെ മണവാട്ടിയോട് പറഞ്ഞത് അത്ര നിസ്സാരമാണോ? നാട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞതാണെങ്കിൽ
പ്രിയപ്പെട്ടവരെ, അതിനെത്ര ഗൗരവമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുമായിരിക്കും. പക്ഷേ തന്റെ പ്രിയപ്പെട്ടവളോട് പറയുന്നു, ആയിഷ ഞാൻ നിന്നോട് പറയട്ടെ, കട്ടിയാളെന്ന നരകം ഞാൻ കണ്ടുമോളെ. മുസ്ലിമീങ്ങളാണ് ഇന്ന് പലിശയുടെ പിന്നില്, മുസ്ലിമീങ്ങളാണ് ഇന്ന് മദ്യപാനത്തിന്റെ പിന്നില്, മുസ്ലിമീങ്ങളാ വ്യഭിചാരത്തിന്റെ പിന്നില്, മുസ്ലിമീങ്ങളാ. ഏത് തെമ്മാടിത്തരങ്ങളെടുത്താലും ഏത് തിന്മകളെടുത്താലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാക്കട്ടെ. അതിന്റെ പിന്നിലെല്ലാം ബറക്കത്തിനൊരു മുസ്ലിം ഉണ്ടാകും. ഒരാള് തബറുക്കിന് വേണ്ടി ഉണ്ടാവും, ഒരുത്തൻ. പിന്നെ ചില പത്രങ്ങളൊക്കെ ഭീമാപ്പള്ളി ആയതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ഒരു സംഗമ ഭൂമികയും സംഗമ വേദികയുമായതുകൊണ്ട് ഞാൻ ഓപ്പണാക്കി അങ്ങോട്ട് പറയുന്നില്ല. ചില മുത്തശ്ശി പത്രങ്ങളുണ്ട്. ആ മുത്തശ്ശി പത്രങ്ങൾക്ക് പത്ര ദൗത്യം എന്താണെന്ന് അറിയുക മാത്രമല്ല, ഏതെങ്കിലും ഒരു കോമൺ പേരുള്ള ഒരാൾ കള്ളക്കടത്ത് നടത്തുകയോ മോഷണം നടത്തുകയോ മദ്യപാനം നടത്തുകയോ അല്ലെങ്കിൽ മദ്യക്കച്ചവടം നടത്തുകയോ ചെയ്യുമ്പോൾ ഒരു കോമൺ പേരുള്ള ഒരുത്തനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ട് കാസ്റ്റിലുള്ളവർക്കും പൊതുവെ വിളിക്കപ്പെടുന്ന പേരുകളാണെങ്കിൽ ആ ചെറുപ്പക്കാരന് ഒരു ദാടി ഫിറ്റ് ചെയ്ത് കൊടുക്കാനും ഒരു തൊപ്പി വെച്ചു കൊടുക്കാനും ഇവിടത്തെ മുത്തശ്ശി പത്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു ഭാഗത്ത് കുൽസിത ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഏതിലും ഒരു മുസ്ലിം ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഒരു മുസ്ലിം ഉണ്ട്. എല്ലാ തിന്മകളുടെ പിന്നിലും ഒരു മുസ്ലിം ഉണ്ടാകും. ഞാൻ ചോദിക്കുകയാണ്, എന്നാൽ പരസ്യമായിട്ട് കള്ളു കുടിക്കുന്നവർ നമ്മുടെ ഇടയിലില്ലേ? പരസ്യമായിട്ട് കള്ളു കുടിക്കുന്നവൻ, ഈ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. പരസ്യമായിട്ട് കള്ളു കുടിക്കുന്നവൻ, പരസ്യമായിട്ട് വ്യഭിചരിക്കുന്നവൻ, പരസ്യമായിട്ടല്ലേ വ്യഭിചാരം. നമ്മുടെ മക്കളെയൊക്കെ പഠിക്കാൻ വിടുമ്പോ അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് കുറെ ഉമ്മമാരും അവരുടെ പെമ്മക്കളും അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് എന്റെ മുമ്പിൽ പെട്ട്, എനിക്കത് പറയാനുള്ള ഒരു അവസരമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്, തോന്നിയാലും ഒന്നുമില്ല. ഒരു കാര്യം പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നടന്ന സംഭവമാണ്, സങ്കടം തോന്നിപ്പോയ ഒരു നിമിഷമാണ്. എന്റെ കൂടെ യാത്ര ചെയ്തവർക്കറിയാം. ഇന്നലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ ഏതോ ഒരു സ്കൂളിൽ നിന്ന് ടൂറിന് പോയ കുറെ സഹോദരിമാര്, കൊച്ചുമക്കളാണ്, കൊച്ചു പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ ആ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങൾ, നമ്മളൊക്കെ ഇങ്ങനെ തൊപ്പിയും ഷാളും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അവർക്കറിയാം ഇത് ഏതായാലും മൊയ്ലിയാരാണ് എന്നൊക്കെ നന്നായിട്ട് ബോധ്യം ഉണ്ടാകുമ്പോ അല്പം കൂടി ആവേശം കൊണ്ട് കൂട്ടാൻ തുടങ്ങും. അങ്ങനെ കൂട്ടിയിട്ട് ഏതോ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ടൂർ പോയ ആ വിദ്യാർത്ഥിനികൾ, ആ വിദ്യാർത്ഥികളാകുന്ന ചെറുപ്പക്കാരാകുന്ന കൗമാരപ്രായക്കാരായ ആൺകുട്ടികൾ വളരെ അച്ചടക്കത്തോടുകൂടി അവരിങ്ങനെ മൊബൈലിൽ കുട്ടിയിരിക്കുമ്പോൾ ഈ പെൺകുട്ടികളുണ്ടല്ലോ, നാളത്തെ കുടുംബിനികളാകേണ്ടവർ, നാളത്തെ പൊന്നുമക്കളുടെ ഉമ്മമാരാകേണ്ടവർ, അവര് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളുണ്ടല്ലോ, സങ്കടം തോന്നിപ്പോയി സഹോദരങ്ങളെ. അപ്പോഴാണ് അതുവഴി മറ്റൊരു ട്രെയിൻ മംഗലാപുരത്തേക്ക് പോകുന്നു. ഇവർക്ക് വരേണ്ടത് തിരുവനന്തപുരത്തേക്കാണ്. മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിന്റെ അവസാനത്തെ ബോഗിയിൽ നിൽക്കുന്ന ആളിനെ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട്, അതൊരു സാധുവാണ്, അത് ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഈ ഗ്രീൻ ലൈറ്റ് അടിച്ചു കൊടുക്കുക പുറകിൽ നിന്നിട്ട്, ഓക്കെ എന്ന്. അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്താ ചെയ്യാ? അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പ്ലെയിൻ കിസ് കൊടുക്കുക. പാവപ്പെട്ടവൻ, അയാളെ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും. ഈ പാവപ്പെട്ടവന്റെ നേരെ നോക്കിയിട്ട് ഈ മുസ്ലിം പെൺകുട്ടികൾ പ്ലെയിൻ കിസ് കൊടുക്കുകയാണ്. ഞാൻ ചിന്തിച്ചു പോയി, യവറ്റകളൊക്കെ ഉണ്ടാക്കിയ തന്തമാരെങ്ങനെയാ ജീവിക്കുക? ഇവർക്ക് കാങ്ങളമാരില്ലേ? ഇതിനാരാഴ്ച വിട്ടിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെല്ലാം മുസ്ലിം നാമധാരികളായി, എല്ലാം ഹിജാബ് ധരിച്ച്, എല്ലാം മുസ്ലിമാണെന്ന് തോന്നിപ്പിക്കുന്ന വേഷവിധാനത്തോടുകൂടി കാണിച്ചു കൂട്ടുന്നത് മുഴുവനും ഇസ്ലാമിന്റെ അക്കൗണ്ടിലല്ലേ വരിക? ഇതെല്ലാം വരുന്നത് മുസ്ലിമീങ്ങളുടെ അക്കൗണ്ടിലല്ലേ? ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ പരസ്യമായി തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, പരസ്യമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളുകൾ. അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ഉമ്മച്ചായോട് സ്നേഹമുള്ളവരാണല്ലോ. ഭീമാപ്പള്ളിയിലെ എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഭീമാപ്പള്ളിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ജീവനതുല്യ സ്നേഹിക്കുന്നത് മാഹീൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയല്ലേ? ഇവിടത്തെ മഹതിയായ ഭീമാ ബീവിയല്ലേ? അതുകൊണ്ട് മാറണം, ഒരുപാട് മാറിയേ പറ്റൂ. ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാറ്റാൻ അറിയാം നമ്മളെ, അള്ളാഹ്ക്ക് മാറ്റാൻ അറിയാം നമ്മളെ.
ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ളവനാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു പരിസ്ഥലത്തിരിക്കുന്നവനാണ്, ഒളിച്ചിരിക്കുന്നവനാണ്. അല്ലാഹു ചാടി വീഴും. ആ ചാടി വീഴുന്ന സന്ദർഭത്തിൽ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് കാത് കൂർപ്പിച്ച് ഉണർന്നിരുന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കേട്ടോളി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരസ്യമായിട്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പരസ്യമായി കള്ളു കുടിക്കുന്നവൻ, പരസ്യമായി മോഷ്ടിക്കുന്നവൻ, പരസ്യമായി ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ നടക്കുന്നവൻ, ഇതെല്ലാം പരസ്യമായി ചെയ്യുമ്പോഴും ഇസ്ലാം പറയുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളിയാക്കുന്നവനും വ്യാജമാക്കുന്നവനും ആരെന്നറിയോ? എന്നിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തെറ്റിനെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചില്ല. ഭീമാ പള്ളിയുടെ റോഡിലൂടെ മദ്യപിച്ചു പോകുന്നത് വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. പക്ഷേ അവൻ ദീനിനെ കളിയാക്കുന്നവനാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ അധ്യായത്തിൽ പറഞ്ഞില്ല. പരസ്യമായിട്ട് വ്യഭിചരിക്കുന്നവനെ പറ്റി അങ്ങനെ പറഞ്ഞില്ല. പരസ്യമായിട്ട് ലോട്ടറി എടുക്കുന്നവനെയും പലിശക്കാരനെയും പറഞ്ഞില്ല. പക്ഷെ അള്ളാഹു ചോദിക്കുകയാണ്, ദീനിനെ കളിയാക്കുന്നവനാരെന്നറിയോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അല്ലാഹു പറയുകയാണ്, ദീനിന്റെ വ്യാജമാക്കുന്നവനാരെന്നറിയോ? വ്യാജ തങ്ങന്മാരുള്ള കാലമാണ്, വ്യാജ പണ്ഡിതന്മാരുള്ള കാലമാണ്, വ്യാജ വൈദ്യന്മാരുള്ള കാലമാണ്, വ്യാജ ഡോക്ടർമാരുള്ള കാലമാണ്, അതുപോലെ തന്നെ വ്യാജ വക്കീലുമാരുള്ള കാലമാണ്. എല്ലാത്തിലും വ്യാജം കടന്നു വരുമ്പോ വ്യാജ ശൈഖന്മാരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു വ്യാജ മുസ്ലിമിനെ അല്ലാഹു പരിചയപ്പെടുത്തി. ആ വ്യാജ മുസ്ലിമാരാണ് ലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവനാണ്. പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവരാണ്. നമ്മളങ്ങനെ എപ്പോഴെങ്കിലും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ പല ആശങ്കയായി. ഇന്നപ്പോ എന്താ ഇത്ര ഭക്ഷണം ഉണ്ടാക്കാൻ കാരണം എന്താ? ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വല്ല പ്രാമാണികതയുണ്ടോ? സഹോദരങ്ങളെ, അത് അവരുടെ വഴിക്ക് വിടാം. നമുക്കതൊന്നും വലിയൊരു പ്രശ്നമായി തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്ത് ഭക്ഷണം കൊടുക്കലാണ്. ഇതിന്റെ ഞാൻ മറ്റൊരു വശം കൂടി ഞാൻ പറയും. കാരണം നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ മാനസികമായി എന്ത് ദുഃഖം നിങ്ങൾക്കുണ്ടെങ്കിലും, ശാരീരികമായി നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, എന്തെല്ലാം വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും അത് മാറാൻ, അതിനൊരു പരിഹാരമായി നമ്മുടെ മഹാരഥന്മാരായ പൂർവസൂരികളായ മഹത്തുക്കൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് ഭക്ഷണം കൊടുക്കലാണ്. ഭക്ഷണം കൊടുക്കലാണ്. ആ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന പുണ്യമായ ഒരു ഇബാദത്ത്, ആ പുണ്യമായ ഒരു അമല്, അത് നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും നമ്മൾ അത് കരുതലായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാനസിക പ്രശ്നമുണ്ട്. ഞാനൊരു അനുഭവസ്ഥനാണ്. നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒരു 5 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് നിയത്ത് വെക്ക്. അള്ളാഹു ആ പ്രശ്നം പരിഹരിക്കും. വറബ്ബിൽ കഅബ, അതിൽ യാതൊരു സംശയവും ഇല്ല. എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു 5 പാവങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് ചെലവാകുന്നത് 500 രൂപ മാത്രമാണ്. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു അത് പരിഹാരമാക്കി തരും. അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാക്കി തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞതാണ്, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം നൽകുക എന്ന ആ പുണ്യമായ അമല് നിങ്ങൾ കൈവിടാൻ പാടില്ല. ആ അമല് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. എന്നാ നിങ്ങൾക്ക് അല്ലാഹു തരുന്നത് നിർഭയത്വത്തോടുകൂടി സ്വർഗപ്രവേശനമാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവിയോട് റസൂലുള്ള പറഞ്ഞത്, ഒരു കീറ് കാരക്ക കൊണ്ടെങ്കിൽ നീ നരകത്തെ സൂക്ഷിക്കണേ ആയിഷ. ഒരു കീറ് കാരക്ക കൊണ്ടെങ്കിൽ നീ നരകത്തെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് പോകാൻ, അതും നിർഭയത്വത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ റസൂലുള്ളാഹി നമ്മുടെ മുന്നിലേക്ക് വെച്ച ഡിമാൻഡ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്ന 3 വിഭാഗം ആളുകളുണ്ട്.
ആ 3 വിഭാഗം ആളുകളോട് അല്ലാഹു നാളെ പരലോകത്ത് സംസാരിക്കുകയില്ലത്രേ. 3 കൂട്ടം ആളുകൾ. ആ ഹതഭാഗ്യരിൽ നമ്മളെ അല്ലാഹു പെടുത്താതിരിക്കട്ടെ. ആ ഹതഭാഗ്യരിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അല്ലാഹു 3 കൂട്ടരോട് സംസാരിക്കുകയില്ല. വലാ യൻളുറു ഇലൈഹിം യൗമൽ ഖിയാമ. ആഖിറത്തിൽ പടച്ചതമ്പുരാനെ ഖിയാമത്തിന്റെ നാളില് അല്ലാഹു നമ്മളെ നോക്കുക പോലുമില്ല. എത്ര അവഗണനയാണ് പടച്ചവൻ നിന്നുണ്ടാവുക. അല്ലാഹു എത്രത്തോളം നമ്മളെ അവഗണിക്കുകയാണ്. അല്ലാഹു സംസാരിക്കുകയില്ലെന്ന് മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ അകറ്റി നിർത്തുകയാണ്. വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷ അല്ലാഹു നൽകിക്കൊണ്ട് അല്ലാഹു അവരെ സംസ്കരിക്കാതെ മാറ്റി നിർത്തുന്ന, അരികവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗം നാളെ പരലോകത്തുണ്ട്. ആരെന്നറിയോ? ആ 3 നമ്മൾ പറയേണ്ട കാര്യമില്ല, സമയത്തിന്റെ കുറവുമുണ്ട്. അതിൽ ഒരു വിഭാഗം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. റജുലന് അലാ ഫളി മാഇൻ യംനഉഹു ബിനസ്സബീൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുറച്ച് വെള്ളമുണ്ട് കൈവശം, പക്ഷേ ഒരു വഴിയാത്രക്കാരൻ വന്നു. കുറച്ച് ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ട്, ഒരു വഴിയാത്രക്കാരൻ വന്നു. നമ്മളൊരു ട്രെയിൻ യാത്രയിലാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യാത്രയിലാണ്. നമുക്ക് കുടിച്ചതിന് ശേഷം നമ്മുടെ കൈവശം കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഒരു തുള്ളി വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ആള് നമ്മളോടൊപ്പമുണ്ട്. ആ വെള്ളം നമ്മൾ അവന് കുടിക്കാൻ കൊടുത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്തവന് വരുമ്പോൾ അല്ലാഹു അവനെ നോക്കുക പോലുമില്ല. അല്ലാഹു അവനെ പരിഗണിക്കുക പോലുമില്ല. അവനോട് അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ? അൽയൗമ അംനഉക ഫളി കമാ മനഅത ഫളലാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ മനുഷ്യരോട് പരലോകത്ത് വെച്ച് അല്ലാഹു പറയുന്നത്, മോനെ, ആഖിറത്തിൽ വെച്ച് അല്ലാഹു നിന്നോട് പറയുന്നത് എന്തെന്നറിയോ? ദുനിയാവില് നീ വിലക്കി നിർത്തിയ വെള്ളമുണ്ടല്ലോ, നീ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ വിലങ്ങി നിന്നല്ലോ, അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഞാനും നിനക്കൊന്നും തരുന്നതല്ല. ആഖിറത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടൂല. ഹൗദിൽ നിന്ന് പാനം ചെയ്യണ്ടേ സഹോദരങ്ങളെ? 1 മാസത്തെ വഴി ദൂരമുണ്ട് ഹൗലൊന്ന് ചുറ്റി വരാൻ. അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങളെക്കാൾ എണ്ണമുള്ള കപ്പുകളാണ്. പാലിനേക്കാൾ വെണ്മയുള്ള, തേനിനേക്കാൾ മാധുര്യമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള മനോഹരമായ ആ സ്വർഗത്തിന്റെ പാനീയത്തിൽ നിന്ന് നമ്മളെ അകറ്റുമത്രേ. ഇവിടെ നമ്മളെ കുടിവെള്ളം നിഷേധിച്ചാൽ, ഇവിടെ നമ്മളെ ഭക്ഷണം കൊടുക്കാതിരുന്നാൽ, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. കൊടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം. ഇസ്ലാമിന്റെ സുന്ദരമായ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ഈ ഉറൂസിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ സംഭാവന, ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ സൗരഭ്യം എന്താണെന്നറിയോ? ഞങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ഇപ്പോ വിശുദ്ധ ഹജ്ജ് ചെയ്യണമെങ്കിൽ 5.5 ലക്ഷം രൂപ കൊടുക്കണം. പ്രൈവറ്റ് 4.5 ലക്ഷം രൂപയോ 4 ലക്ഷം രൂപയോ കൊടുക്കണം ഗവൺമെന്റ് കോട്ടയിൽ. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമ്മൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച്, വിശുദ്ധമായ ഉംറ നിർവഹിച്ച് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്കൊരു പേരുണ്ട്, ഹാജി എന്ന പേര്. ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഞങ്ങൾ അങ്ങ് മക്കത്ത് പോയി ഞങ്ങൾ ഹജ്ജ് നിർവഹിക്കാറുണ്ട്. ആ ഹജ്ജ് നിർവഹിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ആയുസ്സിൽ ഒരൊറ്റവട്ടം ചെയ്യേണ്ട നിർബന്ധമായ കടമ, അത് നിർവഹിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരുമ്പോ വീടിന്റെ 40 വീടുകളുടെ ചുറ്റളവിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഹിന്ദുവായ സഹോദരൻ, അവിടെ മതത്തിനെ എടുത്തു പറഞ്ഞിട്ടില്ല, ഞാനതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു പറയുകയാണ്, ഒരു പൊട്ടുതൊട്ട അമ്മയുടെ മകൻ, ഏതെങ്കിലും ഒരു കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകൻ, ഏതെങ്കിലും ഒരു അമുസ്ലിമായ, ഹിന്ദുവായ, ക്രിസ്ത്യാനിയായ, ജൂതനായ, പാഴ്സിയായ, ജൈനനായ, ബുദ്ധനായ ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാള് പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് വയറ് നിറച്ചിട്ടൊരു മുസൽമാനും റിട്ടാന ഭോജനം നടത്തിയാൽ അവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനാകില്ല എന്ന് ലോകത്തോട് പഠിപ്പിച്ചത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഹജ്ജിന് പോയ ഹാജിയാണെങ്കിൽ പോലും, ഒരു പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും, ഒരു പള്ളിയിലെ ഇമാമാണെങ്കിൽ പോലും,
ഒരു പൊതു പ്രഭാഷകനാണെങ്കിൽ പോലും, ഇസ്ലാമിന്റെ ഏതെങ്കിലും ചെറുപ്പക്കാരനാണെങ്കിൽ പോലും, അയൽക്കാരൻ പട്ടിണി കിടക്കുന്നത് അറിഞ്ഞിട്ട് വയറ് നിറച്ച് മൃഷ്ടാന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അവന്റെ ഹജ്ജ് സ്വീകരിച്ചില്ല എന്നല്ല, അവന്റെ നോമ്പ് സ്വീകരിച്ചില്ല എന്നല്ല, അള്ളാന്റെ റസൂല് പറഞ്ഞത് അവൻ മുസ്ലിമേ അല്ല എന്നാണ്. മുസ്ലിമേ അല്ല എന്നാണ്. അതിന്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ അമലുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അമലാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇന്നിപ്പോ ഷാഹുൽ അമീദ് മൗലവിയുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് ഭക്ഷണം കിട്ടിയത്. എന്റെ കൂടെ 7 ഉസ്താദുമാര് വന്നു നാട്ടിൽ നിന്ന്. ആ 7 പേർക്കും ഭക്ഷണം. സെൻട്രൽ ജുമാ മസ്ജിദില് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ 4 പേര് വന്നു, അവർക്കും ഭക്ഷണം. ഇവിടെ ഉള്ള കുറച്ച് കൂട്ടുകാർ വന്നു, അവർക്കും ഭക്ഷണം. കാരണം കൊടുക്കാൻ നല്ല മനസ്സുണ്ട്. കാരണം അദ്ദേഹത്തെ ഈ ഭക്ഷണം കഴിക്കാൻ എന്നെ വിളിക്കുമ്പോ ഇവിടെ നിന്ന് 1-ലധികം ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം ഉസ്താദ് അവിടെയല്ലേ ഭക്ഷണം കഴിക്കാൻ പോയത്, ഈ കൊല്ലം നമ്മുടെ വീട്ടിൽ വരണം, നമ്മുടെ ആഗ്രഹമാണ്. ആരാണ് ഭക്ഷണം കൊടുക്കാൻ മടിയുള്ളത്? ആരുമില്ല. കാരണം അവർക്കറിയാം ഇത് വലിയ ഒരു ഇബാദത്താണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലിമീങ്ങൾക്ക് മാത്രം കൊടുക്കേണ്ട കാര്യമല്ല അത്, പ്രഭാഷകർക്ക് മാത്രം കൊടുക്കേണ്ട കാര്യമല്ല അത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ അത് നമ്മൾ പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്ന് നീയത്ത് വെച്ചാൽ, ഗൗസുൽ ആലമിന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ അതോളം വരില്ല മറ്റൊരു ഇബാദത്തുകൾക്കും. എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ കുറിച്ചിട്ടോ, ഞാൻ ഒരാൾക്ക് ഞാനിന്ന് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങി കൊടുക്കാം. കാശ് കൊടുക്കരുത്, അവൻ കൊണ്ടുപോയി വാട്ടീസ് അടിക്കും. നമ്മുടെ എവിടെയെങ്കിലൊക്കെ നിൽക്കുമ്പോഴേ, റോട്ടിലൊക്കെ നിൽക്കുമ്പോൾ വന്നിട്ട് കൈ നീട്ടും, വല്ല തരണേം, നമ്മൾ പാവത്തം കരുതിയെടുത്ത് കൊടുക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അവൻ കൂടിയതേ അടിക്കുള്ളൂ. അത് ചെയ്യരുത്. നമ്മൾ അവനെ പിടിച്ചോണ്ട് പോകണം, എന്നിട്ട് നല്ല ഹോട്ടലിൽ കയറ്റിയിരുത്തണം, ഇഷ്ടമുള്ളത് അത്രയും കഴിച്ചോളാൻ പറയണം. അവൻ കഴിച്ചു തീരുമ്പോ നമ്മുടെ മനസ്സിനകത്ത് എന്ത് സന്തോഷമായിരിക്കും, അത് നമ്മൾ അനുഭവിച്ചറിയണം. നോക്ക്, നമ്മുടെ ഈ പരിപാടി ഉണ്ടല്ലോ, ഉറൂസിന് ഇന്നിപ്പോ അന്നദാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്ര പരിപാടികൾ. എന്റെ വീടിന്റെ 1/4 കിലോമീറ്റർ അപ്പുറത്തൊരു ക്ഷേത്രമാണ്. 1/4 കിലോമീറ്റർ തൊട്ടപ്പുറത്ത് ക്ഷേത്രം. പണ്ടൊക്കെ നാടകവും ഇതൊക്കെ അന്ന് നമ്മള് ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും ഒക്കെ അല്ലേ. അപ്പൊ ഈ നാടകമൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും. നമുക്കൊന്നും മനസ്സിലാവൂലെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ അല്ലാതെ തോന്നിക്കൊണ്ട് അവലോകത്തിൽ ഫസ്റ്റ് സോഫിൽ നമ്മളുണ്ടാവും. അപ്പൊ ഈ ക്ഷേത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളമല്ല, നാടകമല്ല, മിമിക്സ് അല്ല, അതല്ലെങ്കിൽ കൊടിയിറക്കമല്ല, കൊടിയേറ്റല്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനമാണ്, അല്ലേ? അന്നദാനം ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാവും. അന്ന് കഴിക്കാൻ ഞാൻ പോയിട്ടില്ല. അപ്പോ ഈ അന്നദാനത്തില് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവര് കളക്ഷന് വരിക, ഓരോ വീടുകളിൽ കയറി വരും. അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു. അപ്പൊ ഒരു നോട്ടീസ് തന്നു. ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക. നമ്മളിപ്പോ അസദഖത്ത് റദ്ദിൽ ബല, എല്ലാ പാട്ടപ്പിരിവ്, ഈ കുടുക്ക എന്താ പറയുക, കുടുക്ക അല്ലെ, പാട്ടപ്പിരിവ്, ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന പോണിയില്ലേ, അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും അസദഖത്തു റദ്ദുൽ ബല, സദക്ക വിപത്തിനെ തടയും എന്നൊക്കെ എഴുതിയിരിക്കും പോലെ ഇവരുടെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ്. എന്താ ശ്ലോകം എന്നറിയോ? ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ, ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിന് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ്: ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം വേദിനി സാഗരാന്തം ഉദയകുലവിശുദ്ധം കോടികന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഇതാണ് ആ ശ്ലോകം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം ഏദിനി സാഗരാന്തം ഉദയകുലവിശുദ്ധം കോടികന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഗജതരംഗ സഹസ്രം, 1000 ആനകളും 1000 കുതിരകളും. കുതിരയുടെ കാര്യം പറഞ്ഞപ്പോ കുതിര പോയല്ല, ആരും അങ്ങോട്ടും നോക്കി.
1000 ആനകളും 1000 കുതിരകളും. ഗോകുലം കോടി ദാനം, 1 കോടി പശുക്കൾ. അപ്പൊ 1000 ആന, 1000 കുതിര, 1 കോടി പശുക്കൾ. എണ്ണി എത്ര ഉണ്ടെന്ന് നോക്ക്. കുതിരയൊക്കെ ഉണ്ടല്ലോ, മണക്കാട് തന്നെ കുതിരയുണ്ട് അല്ലേ? ആന വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ല, പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല. 1 കോടി പശുക്കൾ, 1000 ആനകൾ, 1000 കുതിരകൾ. വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടണം. എന്നിട്ടോ ഉദയകുല കനകരചിത പാത്രം ഏതിനി സാഗരാന്തം. കനകരചിത പാത്രം, ധാരാളം സ്വർണപാത്രങ്ങള്. മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി. ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട്, ഈ വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാ, കടല് കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്നൊരു 1 ഏക്കർ എടുത്തോളം പറഞ്ഞാൽ എങ്ങനെയിട്ട് അളക്കാനാ? അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ഭൂമി. കനകരചിത പാത്രം, ഒരുപാട് സ്വർണപാത്രങ്ങൾ. ഇത് കൂടാതെയോ ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം. ആര് കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത 1 കോടി പെണ്ണുങ്ങൾ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരാരാ? ലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അത് ഹൂർലിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ 1 കോടി പെണ്ണുങ്ങൾ, ആരും അവരെ തൊട്ടിട്ടില്ല, അതൊക്കെ തൊടാതെ അവർക്ക് നോക്കാം. പക്ഷെ ആരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അവർ ഉന്നത കുല ജാതരാണ്. ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം. കുലങ്ങളിൽ ജീവിക്കുന്ന 1 കോടി പെണ്ണുങ്ങൾ, 1 കോടി പശു, 1 കോടി പെണ്ണുങ്ങൾ, സമുദ്രത്തോളം ഭൂമി, ധാരാളം സ്വർണപാത്രം, 1000 ആനകൾ, 1000 കുതിരകൾ. ഇത് ഇത്രയും കൂടി ഒരാൾക്ക് കൊടുക്കുക. എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. വിശന്നിട്ടിയ വയറുമായിട്ട് ഉച്ച സമയത്ത് കടന്നു വരുന്ന ഒരു പാവപ്പെട്ടവനൊരു വാഴയില വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ എത്തൂല. ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ ഉള്ളത്. ഇത്രയും മഹത്വമുണ്ട് അവർക്ക്. വിശുദ്ധ ഇസ്ലാം എന്താ പറഞ്ഞത്? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ ഇനി പള്ളിയിലെ ചീഫ് ഇമാമാണെങ്കിലും ശരി, പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഇനി അവൻ ആരാണെങ്കിലും ശരി, അയൽവാസി പട്ടിണി കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ച് മൃഷ്ടാന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അവന് കൊടുക്കുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ്. മാത്രവുമല്ല 3 കൂട്ടർ ആളുകളെ അള്ളാഹ് അടുപ്പിക്കുകയോ അല്ലാഹു തആല നോക്കുകയോ അവരോട് കരുണ ചൊരിയുകയോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ അല്ലാഹു തആല പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിടപ്പെടുന്ന 3 വിഭാഗങ്ങളിൽ ഒന്ന്, കയ്യിൽ ആദ്യം മതിയായ ഭക്ഷണവും വെള്ളവും ഇരിക്കുമ്പോൾ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരനെ നിഷേധിക്കുന്നവനാണ് എന്ന് പറയുമ്പോ, സഹോദരിമാരെ കേട്ടോളി, ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ വരുമ്പോ ഓടിച്ചെന്നിട്ട് ടാപ്പ് കൂട്ടിക്കളയുക, എന്നിട്ട് പറയാ മോട്ടർ 3 ആഴ്ച കൊണ്ട് കംപ്ലൈന്റാ. അള്ളാഹു കംപ്ലൈന്റ് ആക്കി തരും, അത് മോട്ടർ ആയിരിക്കൂല. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്വർഗത്തിന്റെ 7 അയൽപ്പക്കത്തെത്താനുള്ള സ്വാതന്ത്ര്യമാണ് അള്ളാഹു നിഷേധിക്കുക. അതുകൊണ്ട് കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കരുത്. ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണ്.